ഹേ അർജുന, മഹത്തായ പ്രകൃതിയാണ് എൻ്റെ ഗർഭസ്ഥാനം. അതിൽ ഗർഭം നിക്ഷേപിക്കുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെ സർവഭൂതങ്ങളും ഉത്ഭവിക്കുന്നു. എല്ലാ ഉൽപ്പത്തിസ്ഥാനങ്ങളിൽ നിന്നും ഏതെല്ലാം ശരീരങ്ങൾ ജനിക്കുന്നുവോ അവയ്ക്കെല്ലാം ജന്മകാരണം പ്രകൃതിയും പരമാത്മാവുമാണ്. പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്: സത്വം, രജസ്, തമസ്. ഈ ഗുണങ്ങൾ നാശമില്ലാത്ത ആത്മാവിനെ ശരീരത്തിൽ ബന്ധിക്കുന്നു. സത്വഗുണം നിർമ്മലത്വം കൊണ്ട് പ്രകാശകമാണ്, നിരുപദ്രവമാണ്. അത് സുഖാസക്തി കൊണ്ടും ജ്ഞാനാസക്തി കൊണ്ടും ആത്മാവിനെ ബന്ധിക്കുന്നു. രജോ ഗുണം വിഷയാസക്തിയിൽ രമിക്കുന്നു. തൃഷ്ണയും സംഘവുമാണ് അതിൻ്റെ അടിസ്ഥാനം. കർമാസക്തി കൊണ്ട് അത് ആത്മാവിനെ ബന്ധിക്കുന്നു. തമസിൻ്റെ ഉത്ഭവം അജ്ഞാനത്തിൽ നിന്നാണ്. സകല ജീവികൾക്കും അജ്ഞത സമ്മാനിക്കുന്നത് ഈ ഗുണമാണ്. പ്രമാദം, ആലസ്യം, നിദ്ര ഇവ കൊണ്ട് തമോ ഗുണം ആത്മാവിനെ ബാധിക്കുന്നു. സത്വഗുണം സുഖത്തിലേക്കും രജസ് കർമ്മത്തിലേക്കും തമസ് പ്രമാദത്തിലേക്കും നയിക്കുന്നു. സുഹൃതകർമ്മങ്ങളുടെ ഫലം സാത്വികവും വിശുദ്ധവുമാണ്. രജോ ഗുണത്തിൻ്റെ ഫലം ദുഃഖവും തമസിൻ്റേത് അജ്ഞാനവുമാണ്. സത്വത്തിൽ നിന്ന് ജ്ഞാനവും, രജസിൽ നിന്ന് അത്യാഗ്രഹവും, തമസിൽ നിന്ന് തെറ്റും അജ്ഞാനവും ഉണ്ടാകുന്നു. ജീവാത്മാവ് ദേഹത്തിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളായ ഈ 3 ഗുണങ്ങളും കടന്ന് ജനന മരണ വാർദ്ധക്യങ്ങളിൽ നിന്ന് മോചനം നേടി അമൃതത്വം അനുഭവിക്കുന്നു. അർജുനനപ്പോൾ ചോദിച്ചു, ഈ 3 ഗുണങ്ങളെ എങ്ങനെ അതിവർത്തിക്കാം? ഇവ അതിക്രമിച്ചവന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കും? ശ്രീ ഭഗവാൻ അതിന് ഇപ്രകാരം മറുപടി പറഞ്ഞു: ഗുണാതീതൻ ജ്ഞാനത്തിലും കർമ്മത്തിലും അജ്ഞാനത്തിലും സമചിത്തനായിരിക്കും. അവൻ ഗുണങ്ങളുടെ പ്രേരണയിൽ ക്ഷോഭിക്കാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യും. ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞ് അവൻ ആത്മാവിൽ ലീനനായിരിക്കും. സുഖദുഃഖങ്ങളിൽ നിർവികാരനായിരിക്കും. കല്ലും രത്നവും സ്വർണവും അവന്റെ ദൃഷ്ടിയിൽ സമാന മൂല്യമായിരിക്കും. പ്രിയത്തിലും അപ്രിയത്തിലും നിന്ദയിലും സ്മൃതിയിലും മാനാപമാനങ്ങളിലും സ്തുതിയിലും ശത്രുമിത്രങ്ങളിലും ഒരുപോലെ വർത്തിച്ച് എല്ലാ ഉദ്യമങ്ങളും ഉപേക്ഷിച്ചവനാണ് ഗുണാതീതൻ. ത്രിഗുണങ്ങളെ അതിക്രമിച്ചവനാണ്